ഒരാൾക്ക് ജീവിതത്തിൽ 2-3 മാസം ഒന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. എപ്പോഴേലും ക്യാരക്ടർ പുറത്തു വരും. 24 മണിക്കൂറും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. പ്രൂവ് മീ റോങ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ നാക്കെടുത്ത് വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നോട് ശ്രീരേഖ എന്നൊരു പേര് പറയും. ഞാൻ ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഇതുപോലൊരു നടികറൻ പാത്തതേ ഇല്ലടാ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോടെ? ജീവിതത്തിൽ 24 മണിക്കൂർ അഭിനയിച്ച് നടക്കാൻ പറ്റുമോ? നടക്കുന്ന വഴി വെറുതെ ഒരു മാൻഡ്രസം അങ്ങ് ഇടുകയാണ് അങ്ങോട്ട്. ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റുവാണ്. വീട്ടിലെ ശ്രീരേഖ ഇങ്ങനെ തന്നെയാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഓസ്കാർ അവാർഡ് ജേതാക്കൾക്ക് പോലും ഇങ്ങനെ ഒരു 24/7 ലൈവ് ഷോയിൽ വന്നിട്ട് ഈ രീതിയിൽ അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം അവര് ശ്രീരേഖ മാതിരി ഒരു നടികർ ഇല്ലടാ. ശ്രീരേഖയുടെ മുമ്പിൽ അവരാരും ഒന്നും അല്ല. ശ്രീരേഖ ഈ സീസണില് ഓരോ ദിവസവും ഓരോ ക്യാരക്ടർ കാഷ്വലായിട്ട് ഇറക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ കൂട്ടത്തില് മേക്ക് ഓവർ ആക്ടിങ്ങും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരേ സമയം ലാലേട്ടനും മമ്മൂക്കയാവാൻ നോക്കുന്നു. നാച്ചുറൽ ആൻഡ് മെത്തേഡ് രണ്ടും ഉണ്ട്. 2 എക്സ്റ്റന്റിലും ശ്രീരേഖ പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ശ്രീരേഖ ഇതിങ്ങനെ പതിവായിട്ട് ഈ ഒരു സാധനം ചെയ്ത് തുടർന്ന് വല്ലാത്തൊരു തരം ക്രിഞ്ചും ഓക്വേർഡ്നെസ്സും അടിക്കാൻ തുടങ്ങി. നിന്ന നിപ്പിൽ അങ്ങോട്ട് മാറുവാണ് അങ്ങോട്ട് ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങോട്ട്. ഹോട്ട്സ്റ്റാറിൽ തന്നെ കണ്ടമാന സിനിമകളുണ്ട്. കണ്ടിട്ട് പകുതി വെച്ചിരിക്കുന്ന സിനിമകളുണ്ട്, സീരീസ് ഉണ്ട്. അതിലേതെങ്കിലും എടുത്ത് കണ്ടാൽ പോരെ. അല്ലാതെ ഇവരുടെ ഈ ആക്ട് കാണാനാണ് നമ്മളിരിക്കുന്നത്. നമ്മളിവിടെ ഗെയിം കാണാനാണ് ഇരിക്കുന്നത്. ഗെയിം കണ്ട് കോണ്ടന്റുകൾ ഇടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെറുപ്പിക്കരുത്. ചേച്ചി ലാലേട്ടനെ പോലെ നാച്ചുറൽ ആക്ടിങ്ങും മമ്മൂക്കയെ പോലെ മെത്തേഡും ഒക്കെ പിടിച്ചോ. പക്ഷെ ഗെയിം കാണാൻ ഇരിക്കുന്നവരെ ഇങ്ങനെ വെറുപ്പിക്കരുത്. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാതെന്ന്. ബിഗ് ബോസിന്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, അവരെ ഒന്ന് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചതൊന്ന് പറഞ്ഞു കൊടുക്കുക. ആക്ട് കാണാനായിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. വല്ല പടവും എടുത്ത് കാണാൻ വേണമെങ്കിൽ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.